നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നത്തെക്കുറിച്ചും ആ പ്രശ്നത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളെക്കുറിച്ചുമാണ് തത്സമയം റിപ്പോർട്ടിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. നമുക്കറിയാം, വന്യജീവികൾ മനുഷ്യരുടെ ജീവൻ എടുക്കുകയാണ്. 2-3 ദിവസമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലേ? പത്തനംതിട്ടയിലേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ അടൂർ വയല സ്വദേശിനിയായ ഒരു വീട്ടമ്മ എലിസബത്ത്, അവരെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. കാട്ടുപന്നി ആക്രമിക്കാനെത്തി കിണറ്റിൽ വീണു. എലിസബത്തിനെ തേടി നടന്നു എല്ലാവരും. പക്ഷേ എലിസബത്ത് ആകട്ടെ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി കിണറ്റിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവർ തുടർച്ചയായി നിലവിളിച്ചു. ആരും കേൾക്കാതായതോടെ കിണറ്റിൽ തന്നെ കിടന്ന് മരിക്കുമെന്ന് പോലും എലിസബത്ത് ഭയന്നിരുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടെ കാണാതായ എലിസബത്തിനെ ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് കിണറ്റിൽ കണ്ടെത്തിയത്. 50 അടി താഴ്ചയുള്ള കിണറ്റിൽ 23 മണിക്കൂർ ഏറെക്കുറെ കഴുത്തറ്റം വെള്ളത്തിൽ കിടന്ന ആൻറ്റി ഇതാ ആരോഗ്യവതിയായി നമ്മോടൊപ്പം ഉണ്ട്. ഒരുപാട് ഭയന്നു അല്ലേ? ഭയന്നു. എഴയന്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. എല്ലാം ഉണ്ട്. നമ്മളെല്ലാം ഇതിൽ ചെറിയ അനക്കത്തിൽ കാണുന്നുണ്ട്. ഭയങ്കര നല്ലതായിട്ട് പേടിച്ചു പോയി. പിന്നെ നേരം വെളുക്കാറായപ്പോഴാണ് കാണുന്ന പ്രകാശം കണ്ടപ്പോൾ പിന്നെ അതിനൊരു തൊടിയെ കയറി ഇങ്ങനെ നിന്നു. അതുവരെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ കിടക്കുക. പഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡൻ്റായിരുന്ന ശൈലേന്ദ്രനാഥ് സൗണ്ട് കേട്ടു. അപ്പം പുള്ളി ഓടി വന്ന് ഞാൻ ആ റോസമാമയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. എന്ന് വെച്ചാൽ മേളിൽ ആരെങ്കിലും ഒരാളെന്നെ കണ്ടല്ലോ എന്നുള്ള സമാധാനം. പന്നിയെ കണ്ടു. ഞാൻ ഭയന്നിട്ട് ഈ തിട്ടയിലോട്ട് കയറി കുറച്ചുകൂടെ സുരക്ഷിതമായിട്ട് അവിടോട്ട് കയറി നിന്നതാണ്. അപ്പം അതെങ്ങാണ്ടാണ് താഴോട്ട് ഒടിഞ്ഞു പോയത്. ഉറക്കം നിൽക്കുന്നു, ക്ഷീണമായി. ഇന്നലെയും കൂടെ എന്നെ ആരും കണ്ടില്ലെങ്കിൽ പോയേനെ. ഈ വെള്ളം കിണറ്റിലുണ്ടെങ്കിൽ ഈ വെള്ളം കൊള്ളത്തില്ല. ഈ വെള്ളം ഒട്ടുമേ കൊള്ളത്തില്ല. ഭയങ്കര വാടയായി വെള്ളത്തിന്. വർഷങ്ങൾ കൊണ്ട് ഉപയോഗിക്കാതെ കിടക്കുക. അപ്പോൾ എല്ലാം സഹിച്ച് അതിനകത്ത് നിൽക്കുന്നേ. പക്ഷെ അവസാനം ഗതികെട്ട് ഈ വെള്ളം ഞാൻ കോരി കുടിച്ചു. CK അഭിരാൽ നമ്മുടെ കൂടെയുണ്ട്. അഭിരാൽ, ശരിക്കും 2ാം ജന്മം എന്നൊക്കെ പറയാമല്ലേ എലിസബത്തിനെ സംബന്ധിച്ച്? കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്, കിണറ്റിൽ വീണത്. 22 മണിക്കൂർ. പക്ഷെ അതിൽ നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ഒരു ഭാഗ്യം ഒരുപക്ഷെ എല്ലാവരിലേക്കും എത്തണമെന്നുമില്ല. അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. കിണറ്റിൽ വീണ ഒരാളെ പിന്നീട് ആശുപത്രി കിടക്കയിൽ കാണുമ്പോൾ കണ്ട ആളുകളുടെയൊക്കെ മുഖത്ത് ചിരി പരന്നിട്ടുണ്ടെങ്കിൽ അത് ആദ്യ സംഭവമാണ്. അത് സംഭവിച്ചത് അടൂരിലുമാണ്. എലിസബത്ത് ആൻറ്റി വീണ കിണറും പരിസരവും രാവിലെ അവിടെ പോയിരുന്നു. ശേഷം ജനറൽ ആശുപത്രിയിലെത്തി ആൻറ്റിയെ സന്ദർശിക്കുകയും ചെയ്തു. ആ വാർഡിലേക്ക് ക്യാമറയും മൈക്കുമായി ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ടാണ് ആൻറ്റി ഞങ്ങളെ സ്വീകരിച്ചത്. കണ്ടപ്പോൾ തന്നെ മനസ്സിൽ വലിയൊരു സന്തോഷമാണ്. കാരണം 23 മണിക്കൂർ സമയം 50 അടി താഴ്ചയുള്ള ഒരു കിണറ്റിൽ കഴുത്തറ്റം വെള്ളത്തിൽ കിടക്കുന്ന ഒരാൾ തൊട്ടടുത്ത ദിവസം ആശുപത്രി കിടക്കയിൽ പുഞ്ചിരിക്കുന്ന മുഖവുമായി ഇരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വലിയൊരു അപകടത്തെ തരണം ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയായിരുന്നു ആൻറ്റി. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടി വീടിന് തൊട്ടടുത്താണ്, അതായത് വിളിച്ചാൽ വിളി കേൾക്കാവുന്ന അകലത്തിലുള്ള കാട് പിടിച്ച പുരയിടത്തിൽ പുല്ലിറക്കുന്ന സമയത്താണ് വലതുവശത്തെ തോളിനോട് ചേർന്ന ഭാഗത്താണ് കാട്ടുപന്നി ആൻറ്റിയെ ഇടിക്കുന്നത്. തുടർന്ന് വീണ്ടും ആക്രമിക്കാനുള്ള സാധ്യത മനസ്സിലാക്കി എലിസബത്ത് ആൻറ്റി ഓടുകയായിരുന്നു. അങ്ങനെ ചെന്ന് കയറിയത് ആൾമറയുള്ള ഒരു കിണറിൻ്റെ മുകൾ ഭാഗത്തേക്കാണ്. തുടർന്ന് അവിടെ മേൽമൂടിയായി വെച്ചിരുന്ന മര കഷ്ണത്തിൽ ചവിട്ടുകയും അത് അടർന്ന് താഴേക്ക് വീഴുകയുമാണ്. എന്താണ് സംഭവിച്ചെന്ന് പോലും അറിയാത്ത സ്ഥിതിയായിരുന്നു. അങ്ങനെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ തന്നെ ആൻറ്റിക്ക് വേണ്ടി ഈ സമയം തെരച്ചിൽ ആരംഭിച്ചു. ആർക്കും ഒരു ഐഡിയയും ഇല്ലാത്ത സ്ഥിതിയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അങ്ങനെ FIR രജിസ്റ്റർ ചെയ്തു. ഈ ഘട്ടത്തിൽ തിങ്കളാഴ്ച രാത്രി 9 മണിയോടുകൂടി ഭർത്താവ് ബാബു ഈ കിണറിൻ്റെ പരിസരത്തെത്തുകയും കിണറ്റിലേക്ക് ടോർച്ചടിച്ച് നോക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. അപ്പോഴും ആൻറ്റി ആ ഭാഗത്ത് എവിടെ ഉണ്ടെങ്കിൽ അല്ലെ എലിസബത്ത് ഭാര്യ അതിനകത്തുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. ഇന്നലെ രാവിലെ തന്നെ തൊട്ടടുത്ത വീട്ടിലെ ആളുകൾക്ക് ചെറിയ ഞരക്കമൊക്കെ തന്നെ കേട്ടിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ എന്നുള്ള യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. പോലീസ് ഇന്നലെ രാവിലെ ബന്ധുക്കളെ വിളിച്ച് സമീപത്തെ കുളങ്ങളും കിണറുകളും ഒക്കെ കൂടി ഒന്ന് പരിശോധിക്കണമെന്ന് കൂടി നിർദ്ദേശത്തോടുകൂടി ആളുകളുടെ മനസ്സിൽ പരിഭ്രാന്തിയായി. അങ്ങനെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടുള്ള ശൈലേന്ദ്രനാഥ്, ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് അംഗം സൂസൻ, ഇവർ രണ്ടുപേരും എന്തായാലും ഈ തൊട്ടടുത്ത പ്രദേശമാണല്ലോ, അവിടെ ഒന്ന് പോയി പരിശോധിക്കാമെന്ന് കരുതി സ്ഥലത്ത് എത്തിയപ്പോഴാണ് ചെറിയ ഞരക്കം ശ്രദ്ധയിൽ വരുന്നത്. അങ്ങനെ കിണറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ട് പേര് വിളിച്ചു നോക്കിയപ്പോൾ മറുപടി അവിടെ നിന്ന് ലഭ്യമാവുകയായിരുന്നു. അങ്ങനെ ആൻറ്റി സുരക്ഷിതയായി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി വളരെ വേഗത്തിൽ ഫയർഫോഴ്സിനെ
എത്തിച്ചു. അങ്ങനെ 1 മണിക്കൂർ നീണ്ട ദൗത്യം വിജയിച്ചിരിക്കുന്നു. ആൻറ്റിക്ക് കാര്യമായ പരിക്കില്ല, സംസാരിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, സന്തോഷവതിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ജനറൽ ആശുപത്രിയിൽ നിന്നും അവർക്ക് വിടുതൽ ലഭ്യമായിട്ടുണ്ട്.